അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയും മലയാളികൾക്ക് വളരെയധികം സുപരിചിതയുമായ ഒരു താരം തന്നെയാണ് കവിയൂർ പൊന്നമ്മ. കവിയൂർ പൊന്നമ്മയുടെ വിശേഷങ്ങളും കവിയൂർ പൊന്നമ്മയ്ക്ക് പങ്കുവയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകാറുണ്ട്. ഇപ്പോൾ കവിയൂർ പൊന്നമ്മ പറയുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സ്വന്തം മകളെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ ഒരിക്കൽ ചിലത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകളെക്കുറിച്ച് എനിക്ക് ഇത്രയും പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട് എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മകളെക്കുറിച്ച് ഒരുപാട് പരിഭവം താരം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുണ്ട്. മകളെ ഒന്ന് കാണാൻ ഇപ്പോൾ കൊതിച്ചിരിക്കുകയാണ് കവിയൂർ പൊന്നമ്മ. ആകെ കയ്യിലുള്ളത് ഈ ഒരു ചിത്രം മാത്രമാണെന്ന് പറഞ്ഞ് താരം പങ്കുവയ്ക്കുന്ന ചിത്രം എല്ലാവരെയും വേദനിപ്പിക്കുന്നു. ഇത് നോക്കി കരയാത്ത ദിവസങ്ങളില്ല എന്നാണ് അമ്മ എന്ന കവിയൂർ പൊന്നമ്മ വിശദീകരിക്കുന്നത്. അവരുടെ മരണസമയം ഞാൻ വടക്കുംനാഥൻ്റെ ഷൂട്ടിലായിരുന്നു, ഋഷികേശിലായിരുന്നു. പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നതും. പിന്നെ അതോർത്തിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവളത് പറഞ്ഞ് കുറേ കരഞ്ഞിരുന്നു എന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. അത് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ വല്ലാതെ വൈകി. ഇപ്പോൾ കവിയൂർ പൊന്നമ്മ പങ്കുവയ്ക്കുന്ന ഈ വിഷമം തന്നെയാണ് എല്ലാവരുടെയും നെഞ്ചു പിടയ്ക്കുന്നത്. എൻ്റെ അടുത്തിരുന്നില്ല എന്നൊക്കെ അവൾ പറഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ സങ്കടം വന്നുവെന്നും പൊന്നമ്മ പറയുന്നുണ്ട്. വല്ലാത്ത സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആകെ ഒരു ഒറ്റ ഫോട്ടോ മാത്രമാണ് തൻ്റെ പക്കലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇനിയും ചിത്രങ്ങൾ എടുക്കണമായിരുന്നു, ഓർമ്മകൾ പുതുക്കണമായിരുന്നു. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, കൊച്ചിനെ ഓർക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ അല്പം ദേഷ്യപ്പെട്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. രേണുകയ്ക്ക് ഒരു മോളാണ്, അവളെൻ്റെ കൂടെയാണ് നിധി. എൻ്റെ മോൾ ബിന്ദു. അങ്ങനെ 2 മക്കളാണ് എനിക്ക്. പൊന്നമ്മ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകുന്നു. എനിക്കും എൻ്റെ അമ്മയാണ് എന്നായിരുന്നു നിധി ഷോയിൽ വെച്ച് തന്നെ പറഞ്ഞത്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം. 2 ആഴ്ചക്കാലം അവിടെ ഉണ്ടായിരുന്നു. ഇനി ചെയ്യാൻ ഒന്നുമില്ല. അതുപോലെ എല്ലാം ചെയ്തു. അസുഖമൊന്നുമില്ല. എന്നാൽ അവൾ ആഹാരം കഴിക്കില്ലായിരുന്നു. അതാർക്കും അറിവില്ലായിരുന്നു. 4 മാസമൊക്കെ ആഹാരം കഴിക്കാതിരുന്നാൽ എന്തു ചെയ്യും? എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്നോടൊന്ന് പറഞ്ഞിട്ടുമില്ല എന്നാണ് നടി പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.